തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജൻ പല്ലന്റെ റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ താളമേളങ്ങളുടെയും പാട്ടുകളുടെയൊക്കെ അകമ്പടിയോടുകൂടി തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ് ഈ ഒരു റോഡ് ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നു. അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. രാജേട്ട, എങ്ങനെ പോകുന്നു? വലിയ പ്രതീക്ഷയാണ്, എന്താണ്? തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ്, ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഒരു വലിയ ജനപിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനകീയ പിന്തുണയോടെ നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ശക്തമായ പോരാട്ടമാണോ തൃശ്ശൂരിൽ? എന്താണ് തോന്നുന്നത്? പോരാട്ടങ്ങൾ എപ്പോഴും ശക്തമായിരിക്കും. ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പോരാട്ടമല്ലേ. പോരാട്ടങ്ങളൊക്കെ ശക്തമാണെങ്കിലും അല്ലെങ്കിലും ശക്തമെന്ന രീതിയിൽ തന്നെയാണ് നമ്മളതിനെ നേരിടുക. ഏതൊക്കെ രീതിയിലാണ് ഇനി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക? സാധാരണ DCC നേതൃത്വവുമായി ആലോചിച്ച് DC പ്രസിഡന്റ് നേതൃത്വത്തിൽ UDF നേതാക്കളുടെ നേതൃത്വത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തന കലണ്ടറിട്ട് മുന്നോട്ട് പോകും. പ്രചാരണം ആദ്യഘട്ടത്തിലെത്തുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ നല്ല പ്രതികരണമാണ്. മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആൾക്ക് ഓർമ്മയുണ്ട്. അസംബ്ലി തെരഞ്ഞെടുത്താൽ നാടിനു വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യണം, നല്ല വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, ജനപ്രിയ പദ്ധതികൾ അവതരിപ്പിക്കണമെന്നാണ് ഇന്ന് കണ്ട പല ജനങ്ങളും എന്നോട് മുന്നോട്ട് വെച്ച ആശയം. വലിയ പ്രതീക്ഷയാണ്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DCC പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും കഴിഞ്ഞ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ആ ചേർത്ത് പിടിക്കൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൻ്റെ മേയറായിരുന്ന ശ്രീ രാജൻ പല്ലനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്കറിയാം. തീർച്ചയായും UDFൻ്റെ വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അതാണ് വലിയ ഒരു തിരിച്ചുവരവ് UDF തൃശ്ശൂരിൽ കാഴ്ചവെക്കുമെന്നതാണ് സ്ഥാനാർത്ഥിയും DCC പ്രസിഡന്റും അടക്കം പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ്. താളമേളങ്ങളുടെയും പാട്ടിൻ്റെയൊക്കെ അകമ്പടിയിലാണ് ഈ ഒരു ഘോഷയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായാലും മറ്റ് പ്രവർത്തകരായാലും ഒക്കെ പറയുന്നത് എന്നുള്ളതാണ്.